17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസ്. അനിൽ അംബാനി ഇ.ഡി. ഓഫീസിൽ ഇന്ന് ഹാജരായി. ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാൻ അനിൽ അംബാനിക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഡൽഹിയിലെ ഇ.ഡി. ആസ്ഥാനത്തെ ഓഫീസിലാണ് അംബാനി എത്തിയിരിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, 17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് എന്ന കേസിന് അടിസ്ഥാനം എന്താണ്? ഇ.ഡി. ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കേസുമായി ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്? അനിൽ അംബാനിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിട്ടുണ്ടോ? രതീഷ്, ഇന്ന് ഇ.ഡി. ആസ്ഥാനത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ വേണ്ടി അനിൽ അംബാനിക്ക് ഇ.ഡി. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. 17,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നതെന്നാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കേസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ കേസിൽ അനിൽ അംബാനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ അനിൽ അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ നിലനിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട 35 കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ 50ഓളം സ്ഥാപനങ്ങളിലും അദ്ദേഹവുമായി ബന്ധമുള്ള പലരെയും ഇ.ഡി. ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അനിൽ അംബാനിയെ തന്നെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 2017-19 കാലഘട്ടത്തിൽ യെസ് ബാങ്കിൽ നിന്ന് 3,000 കോടി രൂപയുടെ വായ്പ അനിൽ അംബാനി നേടിയതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും അദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. വിവിധ ഏജൻസികൾ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യണമെന്നായിരുന്നു അനിൽ അംബാനി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യം ഇ.ഡി. അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിന് പൂർണ്ണമായും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാനും ഇപ്പോൾ ഇ.ഡി. തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഒരുപക്ഷെ ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഇ.ഡിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. അനിൽ അംബാനി ഇ.ഡി. ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഇ.ഡി. പക്ഷേ അംഗീകരിച്ചിരുന്നില്ല. ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.